ഹായ് എവരിവൺ. വടകരയിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് പൊന്നുപ്രേക്ഷകരെ കിട്ടുന്നത്. ഷാഫി പറമ്പിലിന്റെ ഓഫീസിൽ നിന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ സംബന്ധിച്ച് വലിയ ഒരു വാർത്ത കിട്ടിയിട്ടുണ്ട്. എന്താണ് ഷാഫി പറമ്പിലിന് പറയാനുള്ളത്? അത് ഞാൻ പ്ലേ ചെയ്തുതരാം. ആദ്യം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 കാര്യം. പൊന്നുപ്രേക്ഷകരെ, വലിയൊരു ഓഡിയോ ക്ലിപ്പ് ലീക്ക് ആയിട്ടുണ്ട് റിണിയുടെ. ആ ഒരു ഓഡിയോ ക്ലിപ്പ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും, റിണിയും സുജയ പാർവതിയും അരുൺകുമാറും ഇവർ 3 പേരും പ്ലാൻ ചെയ്തിട്ടാണ് റിപ്പോർട്ടർ ചാനലിൽ രാഹുൽ മങ്കൂട്ടത്തിനെ മോശമായി പറഞ്ഞത് എന്ന് ആ ഒരു ഫോൺ കോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ആ ഫോൺ കോൾ ഞാനിപ്പോൾ പ്ലേ ചെയ്തുതരാം. പൊന്നുപ്രേക്ഷകരെ, അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്യുന്നത് PC ജോർജ്, അതായത് കക്കൂസിനെ പോലും തോൽപ്പിക്കും, അങ്ങനെയുള്ള ഒരു വൃത്തികേടാണ് രാഹുൽ മങ്കൂട്ടത്തിനെ PC ജോർജ് പറഞ്ഞത്. PC ജോർജിനുള്ള ചുട്ട മറുപടിയും ഞാൻ ഇന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം. ആദ്യം ഈ പറയുന്ന രാഹുൽ മങ്കൂട്ടത്തിൽ ഒളിവിലെന്ന് അങ്ങനെയല്ല ഇപ്പൊ പറയുന്നത്, ബാംഗ്ലൂരിലാണ് രാഹുൽ മങ്കൂട്ടത്തിൽ എന്നാണ് ചാനലുകൾ പറയുന്നത്. ആ കണക്കിന് ഞാൻ പറയുകയാണ്, ബാംഗ്ലൂരിലേക്ക് രാഹുൽ മങ്കൂട്ടത്തിൽ പോകുന്നതിന് തൊട്ടു മുമ്പ് വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യം പറയുകയാണ്. അതായത് റിപ്പോർട്ടറിന്റെ മൊട്ടത്തലയായിട്ടുള്ള അരുൺകുമാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ ആദ്യം അതൊന്ന് കേൾക്കണം, അതിനുശേഷം ഒന്നൊന്നായിട്ട് എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ആശങ്ക ആർക്കൊക്കെയാണ്? ഒന്ന് മാധ്യമങ്ങൾ, പിന്നെ CPM-നും BJP. ഇന്നലെ ഈ ധാർമ്മികത ഇങ്ങനെ തികട്ടി വന്ന ഒരു മാധ്യമ പ്രവർത്തകനും, വല്ലാതെ ഈ ധാർമ്മികത തികട്ടി വന്ന മാധ്യമ പ്രവർത്തകൻ, ആ മാധ്യമ പ്രവർത്തകനും ഇതൊക്കെ പറയാനുള്ള അവകാശമുണ്ടോ എന്ന് അദ്ദേഹം സ്വന്തം മൊബൈൽ ഫോൺ എടുത്തൊന്ന് നോക്കിയിട്ട് പറയട്ടെ. ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ആ മാധ്യമപ്രവർത്തകൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായും പിണക്കത്തിലാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങളെയും സൗഹൃദങ്ങളെ പറ്റിയൊക്കെ ന്യൂസ് ഡെസ്കുകളിലൊക്കെ പാട്ടാണല്ലോ. ഇതുവരെ പൊതുസമൂഹത്തിലേക്ക് വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാതെ ഭീഷണിയല്ല, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. നിങ്ങളിനി ക്യാപ്ഷൻ കൊടുക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാം. പക്ഷേ ഒരാളൊരു കാര്യം പറയുമ്പോൾ അയാൾക്കത് പറയാനുള്ള അവകാശമുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? പൊന്നുപ്രേക്ഷകരെ, ഇത് അരുൺകുമാറിനെ കുറിച്ചാണ്, റിപ്പോർട്ടറിലെ മൊട്ടത്തലയായിട്ടുള്ള ആ മൊട്ടയെ കുറിച്ചാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞത്. പൊന്നുപ്രേക്ഷകരെ, ഞാൻ എന്തിനാണ് അയാളെ ഇങ്ങനെ മൊട്ട എന്നെടുത്ത് പറഞ്ഞത്? ആ മൊട്ട കേൾക്കുന്നുണ്ടെങ്കിൽ പൊന്നുമൊട്ട ഒരു കാര്യം പറയുകയാണ്. ഒരു മനുഷ്യനെ കുറിച്ച് ഇല്ലാത്ത വാർത്ത ഇങ്ങനെ തുരുതുരാ കൊടുക്കുമ്പോൾ നിന്നോട് ദൈവം ചോദിക്കൂലേ? അതായത് രാഹുൽ മങ്കൂട്ടത്തിൽ ഇപ്പോൾ വലിയൊരു പീഡന വീരനാണ് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് മൊട്ട രാഹുൽ മങ്കൂട്ടത്തിൽ പ്രതി എന്ന് പറയുന്നത്? നിങ്ങൾ നോക്കൂ, റിപ്പോർട്ടർ ചാനൽ കാണാൻ പറ്റുന്നില്ല, രാഹുൽ മങ്കൂട്ടത്തിനെ ഇല്ലാതാക്കുകയാണ്. ആ മൊട്ടയോടൊരു കാര്യം പറയുകയാണ്, 2 ഭാഗം കൂടി ചർച്ച ചെയ്യേണ്ട മൊട്ട. നിങ്ങൾ രാഹുൽ മങ്കൂട്ടത്തിനെ വിമർശിച്ചോളൂ, പ്രശ്നമില്ല, രാഹുൽ മങ്കൂട്ടത്തിന്റെ സൈഡും കൂടി നിങ്ങൾ പറയണ്ടേ മൊട്ട. പൊന്നുപ്രേക്ഷകരെ, ഇന്നലെ ഹൈക്കോടതി ഈ പറയുന്ന രാഹുൽ മങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണ്ട എന്ന് പറയുമ്പോൾ റിപ്പോർട്ടർ ചാനലിൽ വരുന്നത് ആഡാണ്, ന്യൂസ് അല്ല. ഏഡിന്റെ തുരുമരയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി, ഒരു നടി എന്ന് പറയുന്ന പെൺകുട്ടി രാഹുൽ മങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫോൺ കോൾ ചർച്ച ചെയ്യാനുണ്ട്, ഷാഫി പറമ്പിൽ പറയുന്ന കാര്യം ചർച്ച ചെയ്യാനുണ്ട്, എല്ലാം ചർച്ച ചെയ്യാം. നടി എന്താണ് പറയുന്നത് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. പെണ്ണിന്റെ അനുവാദമില്ലാതെ ഒരിക്കലും ഒന്നും സംഭവിക്കില്ലല്ലോ. ഞാൻ ആരെയും സപ്പോർട്ട് പറയുമല്ല. ഇപ്പോൾ ഒരു പെണ്ണ് അങ്ങനെ വന്ന് പറയുന്നു, അപ്പോഴും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ആ പുള്ളിക്കാരനെ മാത്രം കുറ്റം പറയുമ്പോൾ നമ്മൾ ആ പുള്ളിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കണം. ഒരു പെണ്ണിന്റെ അനുവാദമില്ലാതെ ഒരിക്കലും ഒന്നും സംഭവിക്കില്ലല്ലോ. ആ പെണ്ണിന്റെ അനുവാദമില്ലാതെ ഒരിക്കലും ഒന്നും സംഭവിക്കില്ലല്ലോ. ഞാൻ ആരെയും സപ്പോർട്ട് പറയുമല്ല. ഇപ്പോൾ ഒരു പെണ്ണ് അങ്ങനെ വന്ന് പറയുന്നു, അപ്പോഴും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ആ പുള്ളിക്കാരനെ മാത്രം കുറ്റം പറയുമ്പോൾ നമ്മൾ ആ പുള്ളിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കണം. ഒരു പെണ്ണിന്റെ അനുവാദമില്ലാതെ ഒരിക്കലും ഒന്നും സംഭവിക്കില്ലല്ലോ. ഇത് 100% ശരിയല്ലേ പൊന്നുപ്രേക്ഷകരെ? ബെഡിലേക്ക് വാ എന്ന് ഒരു പെണ്ണ് നമ്മളെ വിളിക്കുന്നു, നമ്മൾ പോകുന്നു. ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. പോയി കഴിഞ്ഞതിന് ശേഷം 10 ലക്ഷം തരണം, ഇല്ലെങ്കിൽ ഞാൻ വിവാഹ വാഗ്ദാനം ചെയ്തു എന്ന പേരിൽ, പീഡിപ്പിച്ചു എന്ന പേരിൽ കേസ് കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു കാലമല്ലേ ഈ കാലം? എങ്ങനെ, അതായത് എൻ്റെ പൊന്നുപ്രേക്ഷകരെ, ഈ വീഡിയോ കാണുന്ന പൊന്നുപ്രേക്ഷകരെ, നിങ്ങളുടെ ബെസ്റ്റി ആണെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും നിങ്ങൾ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞവരാണെങ്കിലും ആ ഒരു ബന്ധത്തിലേക്ക് പോവല്ലേ. പോയി കഴിഞ്ഞാൽ 8ന്റെ പണിയിട്ടും, പ്രത്യേകിച്ച് നിങ്ങളെ കയ്യിൽ പൂത്ത പൈസ ഉള്ളവരാണെങ്കിൽ നിങ്ങളെ ഇല്ലാതാക്കും പൊന്നുപ്രേക്ഷകരെ. അതുകൊണ്ട് എല്ലാത്തിനും ഒന്ന് ചിന്തിക്കുക എന്ന് ഞാൻ പറയുകയാണ്.
പൊന്നു പ്രേക്ഷകരെ, വടകരയിൽ നിന്ന് ഷാഫി പറമ്പിലിന്റെ ഓഫീസിൽ നിന്ന് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് വരുന്നത്. ഷാഫി പറമ്പിൽ പറയുകയാണ്, ഇപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് ഷാഫി പറമ്പിൽ പറയുന്നത്, ഞാൻ പ്ലേ ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. അതായത് ഷാഫി പറമ്പിൽ പറയുകയാണ്, എങ്ങനെയെങ്കിലും 2026 പിടിക്കണം. 2026 കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ എണ്ണത്തിനെയും എൻ്റെ സ്വന്തം അനിയനെ ആരൊക്കെ ആക്രമിച്ചോ അവരെ എല്ലാത്തിനെയും ഒന്നൊന്നായിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ ആക്രമിക്കും. എനിക്ക് വേണ്ടത് ഭരണമാണ്. എങ്ങനെയെങ്കിലും ഭരണം കിട്ടണം. ഭരണം കിട്ടുന്നത് വരെ ഞാൻ മിണ്ടാതിരിക്കും. മീഡിയാസിന് മുമ്പിൽ എൻ്റെ അനിയനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയേയില്ല. പക്ഷേ 2026 ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എൻ്റെ അനിയനെ ആരൊക്കെ ദ്രോഹിച്ചോ അവർക്കൊക്കെ ഞാൻ ശിക്ഷ, അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുമെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. എന്താണ് നിലവിൽ ഷാഫി പറമ്പിൽ പറയുന്നത്? നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. പാർട്ടി തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. ഇനി അത് ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ്. കോൺഗ്രസ് പാർട്ടി മറ്റൊരു പാർട്ടിക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ ചെയ്തു. ഞങ്ങളുടെ ചോദ്യം ബാക്കി നിൽക്കുന്നു. അയ്യന്റെ സ്വർണം കട്ട CPM-ന്റെ ഉന്നത നേതാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോൾ അതിൽ എന്ത് ന്യായീകരണമാണ് CPM-ന് പറയാനുള്ളത്? സമാനമായ കേസുകളിൽ MLA-മാരുടെ കാര്യത്തിൽ എന്ത് ന്യായീകരണമാണ് CPM-ന് പറയാനുള്ളത്? അപ്പൊ ജനങ്ങളുടെ മുമ്പിൽ ഈ സ്വർണ്ണക്കൊള്ളക്കെതിരെ, സ്വർണ്ണക്കള്ളന്മാർക്കെതിരെയുള്ള വലിയ വികാരമുണ്ട്. നോക്കൂ പൊന്നു പ്രേക്ഷകരെ, ഇപ്പോൾ നിലവിൽ ഷാഫി പറമ്പിൽ ഇങ്ങനെ പറയൂ. കാരണം മീഡിയാസ് ആണ്. എന്തെങ്കിലും അനിയനെ കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ പീഡന വീരന് സപ്പോർട്ട് കൊടുത്തു എന്ന കള്ള വാർത്തയാണ് ഇവന്മാർ കൊടുക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം. കേരളത്തിലുള്ള 90% ആൾക്കാർക്കറിയാം. ഷാഫി പറമ്പിലിനറിയും, കോൺഗ്രസിനറിയാം. പക്ഷേ എന്ത് ചെയ്യാനാണ്? ഷാഫി പറമ്പിൽ അനിയനൊപ്പം നിന്ന് കഴിഞ്ഞാൽ പീഡന വീരന് സപ്പോർട്ട് കൊടുത്തു എന്നുള്ള വാർത്തയല്ലേ ഇവന്മാർ കൊടുക്കുന്നത്. അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഭരണം കിട്ടിയതിന് ശേഷം എൻ്റെ അനിയനെ ആരൊക്കെ ചേർന്ന് ആക്രമിച്ചോ അവർക്കൊക്കെ 8ന്റെ പണി കൊടുക്കുമെന്നാണ് വടകരയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. പൊന്നു പ്രേക്ഷകരെ, ഞെട്ടിക്കുന്ന ഫോൺ സംഭാഷണമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. സുജയ പാർവതിയും അരുൺകുമാറും ഈ പറയുന്ന റിനിയും ഇവരെല്ലാവരും ചേർന്നുണ്ടാക്കിയ ഒരു കഥയാണോ എന്ന് ഈ ഫോൺ കോളിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കണം. ഓക്കെ, നന്ദിയോട് ഓർക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഈ വിഷയത്തില്. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മീഡിയാസ് ആണ്. ചാനലുകാരെ കുറിച്ചൊരു, അതായത് നമ്മുടെ ജനാധിപത്യത്തിന്റെ 4ാം തൂണെന്നാണല്ലോ മീഡിയ അറിയപ്പെടുന്നത്. പോയി പണി നോക്കടി. ചാനലുകാർ നല്ലതാണെന്നാണോ? അവർക്ക് ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, അവർ കഴിക്കുന്നത് ചോറെങ്കിൽ അവർ 2 ഭാഗം കേൾക്കൂലേ? അവർ രാഹുൽ മങ്കൂട്ടത്തിന്റെ ഭാഗം കേൾക്കുന്നില്ല. അതിജീവിത എന്ന ആ കള്ള, എനിക്ക് പേഴ്സണലി തോന്നുന്നത് കള്ള പരാതിയായിട്ടാണ്. അതിനെ മാത്രം പൊക്കുകയാണ്. ഇത്തിരി ചോറ് കഴിക്കുന്ന നല്ല മാധ്യമമാണെങ്കിൽ 2 ഭാഗവും ചർച്ച ചെയ്യുമായിരുന്നു. ഓക്കെ, ബാക്കിയും കൂടി കിടന്നോക്കാം. അത് സത്യത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഉദാഹരണമായിരുന്നു ഈ ഒരു വിഷയം എന്നുള്ളത്. അപ്പോ മീഡിയാസിനോട് വലിയൊരു നന്ദിയുണ്ട്. അത് പേരെടുത്തു തന്നെ പറയേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് ലക്ഷ്മി പത്മ, അരുൺ കുമാർ, ഹർഷൻ, സനീഷ്, ആൻഡ്രു അഗസ്റ്റിൻ, സുജയ പാർവതി, ഇതൊരു നീണ്ട നിര തന്നെയുണ്ട്. കാരണം അവരുടെയൊക്കെ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് ഇതിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടല്ലോ, അരുൺകുമാറിന്റെ പേര് പറയുന്നുണ്ട്, സുജയ പാർവതിയുടെ പേര് പറയുന്നുണ്ട്. അതായത് ഇവന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി രാഹുൽ മങ്കൂട്ടത്തിന്റെ ജീവിതം ഇല്ലാതാക്കിയെന്ന് ഞാൻ പറയുകയാണ്. ഇത്തിരിയെങ്കിലും അരുൺകുമാർ കൊടുക്കുന്ന വാർത്തയിൽ ഇത്തിരിയെങ്കിലും നേരുണ്ടെങ്കിൽ അരുൺകുമാർ 2 സൈഡും ചർച്ച ചെയ്യുമായിരുന്നു. ഇല്ല, അരുൺകുമാർ രാഹുൽ മങ്കൂട്ടത്തിനെ വിമർശിക്കുക മാത്രമാണ് ചെയ്തത്. അതായത് കോടതി ശിക്ഷിക്കട്ടെ, അതായത് കോടതി വിധിച്ചിട്ടില്ലല്ലോ രാഹുൽ മങ്കൂട്ടത്തിൽ. ഇപ്പോൾ നമുക്ക് എങ്ങനെ പ്രതി എന്ന് പറയാൻ പറ്റും? പ്രതി എന്ന ആരോപണം അങ്ങനെയല്ലേ പറയാൻ പറ്റും? കോടതി എന്നാണ് രാഹുൽ മങ്കൂട്ടത്തിൽ, ഇപ്പോൾ ദിലീപിൻ്റെ കേസ് വരുന്നത് 8ാം തീയതിക്കാണ്. അന്ന് ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ നമുക്ക് അദ്ദേഹം പ്രതി എന്ന് പറയാം, കുറ്റക്കാരനല്ലെങ്കിൽ അല്ല എന്ന് പറയാം. നിലവിൽ ദിലീപ് പ്രതി എന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണുള്ളത്? പൊന്നു പ്രേക്ഷകരെ, അതുപോലെയാണ് രാഹുൽ മങ്കൂട്ടത്തിനെ കൊടുക്കുകയാണ്. പൊന്നു പ്രേക്ഷകരെ, പറയുകയാണ് പ്രതി എന്ന്. എന്തിൻ്റെ പ്രതിയാണ്? പാവം ദൈവമുണ്ട് എന്ന ഒരു സത്യം അരുൺകുമാറും സംഘവും മനസ്സിലാക്കണം. PC ജോർജ് വിഷം തുപ്പുകയാണ്. സാക്ഷാൽ കക്കൂസിനെ പോലും തോൽപ്പിക്കുന്ന വിഷമാണ് PC ജോർജ് തുപ്പുന്നത്. PC ജോർജ് പറയുന്ന ഓരോ കാര്യവും സൈഡിൽ വെച്ചുകൊണ്ട് അതിന് തക്കതായിട്ടുള്ള മറുപടിയാണ് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അയാൾ ഒരു സെക്ഷൽ പെർവെർട്ടഡ് ആയ മനുഷ്യന്, ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറയാം, സെക്ഷലായി പെർവെർട്ടഡ് ആണ് അയാൾ. എടാ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ആരാണ്? ഇല്ല, നീ കണ്ടോടാ PC-യെ? നീ കണ്ടോ രാഹുൽ മങ്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ പീഡിപ്പിക്കുന്നത്? നീ കണ്ടോ?
ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇത്രയുള്ള ചെറ്റ വർത്താനം പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം തോന്നിയിടാ പി സി? ഓക്കെ, പി സി പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. അവനെ ചെയ്യേണ്ടത് ചെവുക്കുറ്റിക്ക് 2 അടിയും കൊടുത്തിട്ട് മാനസിക ആശുപത്രി കൊണ്ട് അവനെ ആക്കണമെന്ന് എൻ്റെ അഭിപ്രായം. എടാ പി സി, അടി തരേണ്ടത് നിനക്കിടാ. നീയല്ലേടാ ഇവിടെ വർഗീയത കൊണ്ടുവരുന്നത്. ഞങ്ങളിവിടെ കൃഷ്ണൻ എന്നാണ്, വിൻസെന്റ് എന്നാണ്, മുഹമ്മദ് എന്നാണ്. ഈ നാട്ടിൽ വർഗീയതയില്ല. ഞങ്ങളെല്ലാവരും ഒന്നാണ്, ഒരു മനുഷ്യന്മാരാണ്. അങ്ങനെ ഞങ്ങൾ ജീവിക്കുമ്പോൾ നിന്നെ പോലുള്ളവരല്ലടാ വിഷം തുപ്പുന്നത്, നിന്നെ പോലുള്ളവർക്കല്ലടാ അടി കൊടുക്കേണ്ടത് പി സി. ഓക്കെ, പി സി പറയുന്ന ബാക്കി കൂടി കേട്ട് നോക്കാം. എന്നിട്ട് മാനസിക രോഗ ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്യണം അവന് 2 ആഴ്ച മാനസിക ആശുപത്രി ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ അവൻ നന്നായി വരും. എടാ പി സി, നിന്നെയാണ് മാനസികമായിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. നിനക്കാണ് വർഗീയതയുടെ രോഗമുള്ളത്. അതിനാണ് ആദ്യം ചികിത്സിക്കേണ്ടത് എന്റേതല്ല, ഈ വൃത്തികെട്ടവനായ പി സി. ഓക്കെ, ബാക്കിയും കൂടി കിടന്നോക്കാം. നല്ല ചെറുക്കനാ, നശിച്ചു പോയി, പെറവട്ടറായിപ്പോയി, സങ്കടകരമാണ്. അവനെ ഇങ്ങനെ കയറോട് വിടാൻ പാടില്ല. എടാ പി സി, നല്ല ചെക്കനെന്ന് നീ പറയണ്ട. രാഹുൽ മങ്കൂടത്തിൽ നല്ലവനെന്ന് ഞങ്ങൾക്കറിയാം. നീ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മങ്കൂടത്തിനെ വിമർശിക്കുന്നത്? നിനക്ക് രാഹുൽ മങ്കൂടത്തിനെ വിമർശിക്കാൻ ഇത്തിരിയെങ്കിലും അധികാരമുണ്ടോടാ? നീ ആരാടാ? ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. കോൺഗ്രസ് പാർട്ടി ഡിസ്മിസ് ചെയ്തു. കോൺഗ്രസ് പാർട്ടി ചെയ്ത കുറ്റപ്പെടുത്തില്ലേ? പക്ഷേ ഡിസ്മിസ് കൊണ്ട് അവൻ നന്നാവുന്നില്ല. എടാ, അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തത് നീ കണ്ടിനോടാ പി സി? പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എടാ ഞാൻ ഇവനെ ഡാന്ന് വിളിക്കുന്നത്? ഇവന്റെ വർത്താനം അങ്ങനെയാണ്. നീ കണ്ടിനോ രാഹുൽ മങ്കൂടത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത്? നീ കണ്ടിനോ പി സി? ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. MLA സ്ഥാനം ഇപ്പോൾ പോവും, നിയമസേന കളയാം. അതുകൊണ്ട് അവൻ നന്നാകുന്നില്ലല്ലോ. ഒരു വ്യക്തിയായി ഞാൻ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി. ഒന്നാലോചിച്ച് നമ്മുടെ വിധി, രാഹുൽ മാങ്കൂട്ടത്തിൽ വൃത്തികേട് കാണിച്ചതിന് സപ്പോർട്ട് ചെയ്തതിനു വേണ്ടി രാഹുൽ ഈശ്വർ അവൻ ജയിലിൽ കിടക്കുക. എടാ പി സി, ചോറ് കഴിക്കുന്ന എല്ലാവർക്കും അറിയാം രാഹുൽ ഈശ്വറിനെ വെറുതെ ജയിലിലടച്ചത്. ഏത് പെണ്ണിന്റെ, ഏത് അതിജീവിതയുടെ ഫോട്ടോയാണ് രാഹുൽ ഈശ്വർ പുറത്തുവിട്ടത് പി സി? അതൊക്കെ ഇല്ലാത്തതെന്ന് നിനക്കും അറിയും, എനിക്കും അറിയും പി സി. നീ വീണ്ടും വീണ്ടും നിനക്ക് എന്തെങ്കിലും സംസാരിക്കാൻ ഒരു വിഷയം വേണം. അതിനു വേണ്ടിയല്ലടാ പി സി നീ ഇങ്ങനെ വിഷം കാറുന്നത്. ഓക്കെ, പി സി പറയുന്ന ബാക്കിയും കൂടി കിടന്നോക്കാം. പൂക്കൃത്യം കാണിച്ച് റോഡിൽ കൂടെ നടക്കുക. ഈ വിധിയെ ഒന്ന് ആലോചിച്ച്. രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചാലും ശരിയാന്ന് പറഞ്ഞതിൻ്റെ പേരിൽ രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുക. ഇപ്പോഴും ജയിലില്ല, ജാമ്യമില്ല. എടാ പി സി, ഒരു കാര്യം പറയാണ്, ഇല്ലാത്ത ദൈവമെന്ന് പറയുന്ന ഒരു സത്യമുണ്ട് പി സി. അന്ന് നിനക്കൊക്കെ മനസ്സിലാവും. അതായത് ഒരു കാര്യം പറയുകയാണ് പൊന്നു പ്രേക്ഷകരെ, ആരെങ്കിലും ഒരാൾ തകർന്നു കഴിഞ്ഞാൽ, ഞാൻ പേഴ്സണലി തകർന്നു കഴിഞ്ഞാൽ എന്നെ തകർക്കാൻ ആൾക്കാരുണ്ട്. എൻ്റെ സൈഡ് തെറ്റുണ്ടോ ശരിയുണ്ടോ ഒന്നും നോക്കൂല, തകർക്കുക തന്നെ ചെയ്യും. അതാണ് നിലവിലെ കാലഘട്ടം. പി സിക്കൊക്കെ അറിയാം, വെറുതെ പി സി പറയുകയാണ്. പൊന്നു പ്രേക്ഷകരെ, അതൊന്നുമല്ല, ഒരു വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾ കാണേണ്ട വീഡിയോ ആണ്. ഇത്തിരി അതായത് വിവാദമാണ് വീഡിയോ. അത് ക്രിയേറ്റ് ചെയ്തവന് ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ്. എന്തായാലും ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണണം. ഓക്കെ, പടക്കം പൊട്ടിക്കുന്നില്ലേ? ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ പോസ്റ്റ് ചെയ്യുന്നില്ലേ? ഒരു തെളിവും വേണ്ട, അവരത് ചെയ്യും. ഒരു കാരണങ്ങളും അറിയണ്ട, അവരെ ശിക്ഷിക്കണം. ഒരു കോടതിയും ഒരു നിയമവും വേണ്ട. വിധി പ്രസ്താവിക്കാൻ മീഡിയകളും ശിക്ഷ നടപ്പാക്കാൻ പോലീസും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കറുത്ത കോട്ടും ഗൗണും ഇട്ട് കുറെ കോമാളികൾ? ആഴ്ചകളോളം ചാനലുകളിലും പത്രങ്ങളിലും ഓൺലൈൻ മീഡിയകളിലും ഈ വാർത്ത ട്രെൻഡിംഗ് ആക്കി. എന്തിന്? തൊട്ടടുത്ത ദിവസത്തെ നാഷണൽ ഹെഡ്ലൈനായി മാറി, ആക്കി മാറ്റി. ആര്? ആർക്ക് വേണ്ടി? ആര്? എന്തിന്? ആർക്ക് വേണ്ടി? 3 ചോദ്യങ്ങൾ, ഒരൊറ്റ ഉത്തരം. ഇതൊക്കെ നമ്മൾ ചോദിക്കേണ്ടതല്ലേ പൊന്നു പ്രേക്ഷകരെ? നമ്മൾ ആരെങ്കിലും, ഇപ്പം ഞാൻ പേഴ്സണലി ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ എനിക്ക് എത്ര വിമർശനം വരെ, എത്ര കോൾ വരെ, അതായത് എന്നെ തീർക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സത്യത്തിനു മുമ്പ് വിഷയം പറയുമ്പോൾ നമുക്ക് ഭീഷണിയാണ്. പ്രശ്നമില്ല, ഈ രോമമില്ല, ഒരു പ്രശ്നവുമില്ല എനിക്ക്. ഭീഷണിയൊക്കെ ഞാൻ ഏറ്റെടുക്കും. ഓക്കെ, ഒരു പ്രശ്നവുമില്ല. അതിനൊക്കെ നിങ്ങൾ കേസ് കൊടുത്താൽ കേസിനെ നേരിടാനുള്ള ധൈര്യമുള്ളത് കൊണ്ടാണ് ഈ പണിക്ക് ഞാൻ ഇടുന്നത്. ഓക്കെ, പൊന്നു പ്രേക്ഷകരെ, സത്യം വിജയിക്കട്ടെ, രാഹുൽ മങ്കൂടത്തിൽ വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.